3 ദിവസം ഇവിടെ നടന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഓരോ കാറ്റഗറിയിലെയും വിന്നേഴ്സ് ആയ ടീമും റണ്ണേഴ്സായ ടീമും ഏതാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കും. അതോടൊപ്പം ഓരോ കാറ്റഗറിയിലും ലഭിച്ച ഇൻഡിവിജ്വൽ അവാർഡുകൾ ആരൊക്കെയാണ് എന്നാണ് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ബെസ്റ്റ് ഡിഫൻഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആകെ മത്സരങ്ങളിൽ 12 മിനിറ്റ് 40 സെക്കൻഡ് ഡിഫൻഡ് ചെയ്ത കിങ്സ് കാച്ചാനിയുടെ ആദിത്യ. വലിയ കൈയടി. Titans are on seriously. പോയി ട്രോഫി ഏറ്റുവാങ്ങുക. സബ് ജൂനിയർ ഗേൾസ് മുഴുവൻ ടീം പോവുക. മുഴുവൻ ടീമും ഒരു കളിയിൽ 4 മിനിറ്റ് ഡിഫൻഡ് ചെയ്ത് മാസ്മരിക പ്രകടനം അനസ് കാഴ്ചവെച്ചു. നല്ലൊരു കൈയടി കൊടുക്കുക. ആ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കുട്ടിയാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. 38 അപകടം. ഞങ്ങൾ 6 മിനിറ്റ് ഡിഫൻഡ് ചെയ്യുകയും 14 പോയിന്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. Speed up, players, 44.
നല്ലൊരു കൈയ്യടി കൊടുക്കുക. നമ്പർ 53 കാസിനാഥ് ആകെ 10 മിനിറ്റ് ഡിഫൻഡ് ചെയ്ത് ബെസ്റ്റ് ഡിഫൻഡർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ബെസ്റ്റ് ചേസർ റൺ വൈശാഖ് റൺ. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം ചാമ്പ്യൻസ് കൈയ്യടി കൊടുക്കുക. ചാമ്പ്യൻസ് ജൂനിയർ വിഭാഗം ചാമ്പ്യൻസ് നല്ലൊരു കൈയ്യടി കൊടുക്കുക. നമ്പർ 15 നിഖില കഴിഞ്ഞ മാസം ഇന്ത്യൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത കുട്ടിയാണ്.
നല്ലൊരു കൈയ്യടി നൽകുക. ഭാവി ഇന്ത്യയുടെ ജേഴ്സി ആണെങ്കിൽ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തും എന്ന് 10 സെക്കൻഡ് ഡിഫൻഡ് ചെയ്യുകയും 22 പോയിന്റുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ചെസ് നമ്പർ 9 സ്നേഹ മുരളി. Run. നല്ലൊരു കൈയ്യടി കൊടുക്കുക. സീനിയർ വിഭാഗം ചാമ്പ്യൻസ്. ആകെ 11 മിനിറ്റ് ഡിഫൻഡ് ചെയ്ത് ഷിബിൻ ബെസ്റ്റ് ഡിഫൻഡർ. Number 32, ABK. പ്രധാന പങ്ക് വഹിച്ച ലെജൻഡ്സ് ടൂർണമെന്റിന്റെ ഐക്കൺ പ്ലെയർ അക്ഷയ്. അപ്പോൾ 10 മിനിറ്റ് ഡിഫൻഡ് ചെയ്യുകയും 14 പോയിന്റുകൾ സ്കോർ ചെയ്യുകയും ചെയ്ത ലെജൻഡ്സ് ടോർണമെന്റിൽ ക്യാപ്റ്റൻ കൂടിയായ അക്ഷയ് എസ്. ടീം പെർഫോമൻസിലൂടെ, ഇൻഡിവിജ്വൽ പെർഫോമൻസുകളൊന്നുമില്ലാതെ ടീം പെർഫോമൻസിലൂടെ ചാമ്പ്യൻഷിപ്പിന്റെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ബ്രൈറ്റ് പാന്തേഴ്സ്. നല്ലൊരു കൈയ്യടി നൽകുക ടീമിന്.
ലീഗിൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ അഭിമാന പുരസ്കാരം ഓർക്കുന്നൊരു കാര്യം, ജില്ലയ്ക്കകത്ത് ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ നടക്കുമ്പോൾ അവരവരുടെ ഒരേ നിലവാരത്തിൽ പോയിന്റുകൾ പോവുകയും അവസാനം സീനിയർ മെൻ ആൻഡ് വുമൻ മത്സരങ്ങൾ നടന്നതിന് ശേഷം മാത്രം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ സ്കോർ കാർഡ് ഡിസിഷൻ മേക്കിങ്ങിനായി എടുക്കാനും സാധിച്ചുള്ളൂ. 14 പോയിന്റുമായി ബ്രൈറ്റ് പാന്തേഴ്സ് 4ാം സ്ഥാനത്ത്. നല്ല നേടി കൊടുക്കുക. 16 പോയിന്റുമായി കിങ്സ് കാച്ചാണി 3ാം സ്ഥാനത്ത്. 23 പോയിന്റുമായി ലെജൻഡ്സ് തോന്നയ്ക്കൽ ചാമ്പ്യൻസ്, ഓവറോൾ ചാമ്പ്യൻസ് ടീം ട്രോഫിയേറ്റ് വന്നു. രണ്ടാം സ്ഥാനത്ത് 19 പോയിന്റുമായി അവസാന മത്സരത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് രണ്ടാം സ്ഥാനത്ത് നൽകാൻ വേണ്ടിയ ടൈറ്റൻസ് ഉടമകൾ. സ്കൂളിലെ കായികാധ്യാപകൻ ആദർശ് സാറിനെ നന്ദി പറയുന്നതിലേക്കായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരു വൈകിയ വേളയാണ്, പക്ഷെ എന്നിരുന്നാലും നന്ദി പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം നമ്മളൊരു ടൂർണമെൻറ്റ് നടത്തുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരൊരു പ്രയത്നം, രാപ്പകലില്ലാത്തൊരു പ്രയത്നമുണ്ട്. അവർക്കത് നന്ദി പറയാതെ പോകുന്നത് ശരിയല്ല. ഒരു 2 മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങൾ ജില്ലാ അസോസിയേഷനിൽ ഇങ്ങനെ ഒരു ആശയം വരുമ്പോൾ കുട്ടികൾക്ക് ഈ ഓഫ് സീസണിലും നല്ല മത്സരങ്ങൾ കൊടുക്കണം, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കണം, അവരെ കളിയിൽ ലൈവാക്കി നിർത്തണം. ഈ ഒരു ഫ്രഷോട് കൂടി അവർ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് എത്തി പ്രാക്ടീസ് തുടരണം എന്നൊക്കെ ആശയത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ ടൂർണമെൻറ്റ് ഞാൻ അസോസിയേഷൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ മുന്നിട്ടിറങ്ങാൻ എനിക്ക് ആ ധൈര്യം തരുന്നത് എൻ്റെ സ്കൂളിലെ HM, PTA പ്രസിഡൻറ്റ്, നിങ്ങൾ എല്ലാവരും സുഖിതരാണ്. 3 ദിവസവും ഇവരെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. അത് പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. SMC ചെയർമാൻ, SMC വൈസ് ചെയർമാൻ, വികസന സമിതി ചെയർമാൻ, ബാക്കി നമ്മൾ പിറകെ കാണാം വൈകിയ വേളയിലെ PTA അംഗങ്ങൾ ഒരുപാട് പേര് നമ്മളിവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാഫ് സെൻ്റർ സെക്രട്ടറി എന്ന് ഏറ്റവും എനിക്ക് ലീഡ് ചെയ്തു തരുന്ന ഒരു സഹപ്രവർത്തക ഉപരി മൂത്ത ഒരു ചേച്ചിയെ പോലെ എനിക്ക് ഒരു സപ്പോർട്ടും എല്ലാവരും ബലവും തരുന്ന 2 പേരാണ് HM-ഉം സുജിമേരി ടീച്ചറും. ആ ഒരു ബലമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ അവർക്കും പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അവർക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ 1 2 പേര് വിചാരിക്കുന്നില്ല. സ്കൂളിൻ്റെ ഒരു യൂണിറ്റാണ്. അത് അധ്യാപകരുണ്ടാവുക, അനധ്യാപികരുണ്ടാവും, PTA അംഗങ്ങളുണ്ടാവും, MPT അംഗങ്ങൾ, അങ്ങനെ ഒരുപാട് ടീംസ്. കാരണം ഞാൻ പെട്ടെന്ന് ഒരു നന്ദി, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നല്ല, എന്നിരുന്നും പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ചടങ്ങ് പെട്ടെന്ന് ആയതുകൊണ്ടാണ് വിട്ടുപോകുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒഫീഷ്യൽ സൈഡ് വരുമ്പോൾ, ടെക്നിക്കൽ സൈഡ് വരുമ്പോൾ അസോസിയേഷനിൽ നിന്ന് വെച്ചാൽ സംസ്ഥാന അസോസിയേഷൻ ഭാരവാഹി നമ്മുടെ രാധാകൃഷ്ണൻ സാറ്, കൊക്കോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പിള്ള സാറ്, അങ്ങനെയുള്ള ഭാരവാഹികൾ എല്ലാവരെയും നമ്മുടെ ജില്ലാ അസോസിയേഷനിൽ പ്രതികരിച്ച് നിന്നിട്ടുള്ള റോസ്ലി സാറ്, സോജി സാറ്, സഞ്ജയ് സാറ്,
ഷമീം സാറ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഈ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ഒരു അറിയാലോ, കാച്ചണിയെ സംബന്ധിച്ച് ഇങ്ങനൊരു അല്ലെങ്കിൽ ഒരു മത്സരം ഇവിടെ ആദ്യമാണ്. അത് എൻ്റെ കൊച്ചുകുട്ടികൾ കൊണ്ടുകൊണ്ട് കൂടുന്ന കാര്യമല്ല. ഈ 3 നാൾ ഇവിടെ നിന്ന് പ്രയത്നിച്ച് ഇതിനു വേണ്ടി എല്ലാം ചെയ്തു എന്ന ഉടമലക്കലത്തിലെ എൻ്റെ അനിയന്മാരാണ്. അവന്മാരെ ഈ അവസരത്തിൽ ഒരുക്കാതെ പോകുന്നില്ല. കാരണം അവർ വണ്ടി പിടിച്ചുകൂടെ വരും, മാറ്റിടും, കാര്യങ്ങൾ ചെയ്യും, ഒരു ലാഭേക്ഷ ചെയ്യാതെ കാര്യമാണ്. കൂടാതെ 3 ദിവസവും ഒരു റെസ്റ്റും ഇല്ലാതെ ഈ മത്സരങ്ങൾ നിയന്ത്രിച്ച ഒഫീഷ്യൽസ് ഉണ്ട്. ഇതിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പേരൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ പേരൻസാണ് ഏറ്റവും നല്ല. കാരണം കുട്ടികളെ മുന്നിട്ടിറക്കി അവരെ ഈ കായിക മേഖല നമുക്കറിയാം. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ 6 വയസ്സിൽ കാണുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും ഈ ഒരു ടാലൻ്റുള്ള പിള്ളേർ നമ്മളെ ഇടയിലുണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ലക്ഷർ ടൈംസ് അവർ കിട്ടില്ല. കാരണം ഇതിലൊക്കെ എൻഗേജായി പോകും. ചിന്തകളൊക്കെ വേറെ പോകാതെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് വളർത്തിയെടുക്കാനുള്ള കഴിവുള്ള കായിക താരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് ഇതുപോലുള്ള ടൂർണമെൻറ്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ടീംസിനും സമർപ്പിക്കാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ വൈദ്യസഹായ ലോക മത്സരത്തിൽ ഇവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിൽക്കുന്നതും കണ്ടതും കേട്ടതും സഹായിച്ചവരും മിണ്ടിയവരും എല്ലാവർക്കും ഒറ്റവാക്കി നന്ദിപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.